ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചത് മുതല് ശ്യാമന്റെ അമ്മാവന്റെ മകനാണെന്നുള്ള സത്യം വരെ വിക്രമിന് അറിയാം. ഇതെല്ലാം അറിഞ്ഞ വിക്രം ശ്യാമാണ് ഇപ്പോഴുള്ള എന്റെ ഗോഡ് ഫാദർ എന്ന് അറിഞ്ഞ പിന്നെ വെറുതെ ഇരിക്കില്ല. അതെല്ലാം പോട്ടെ, മോൻ ചെന്ന് ഹരിതയോട് സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റ്. ദേ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ സമയത്ത് ഹരിതയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. ഹരിത ഫോൺ ചെയ്തപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആരോട് പറയാൻ? വേണ്ട വേണ്ട കൊണ്ടുപോ. ഇതെന്തോ ഇത് രാവിലെ കടലാസൊക്കെ ആയിട്ട് ഇത് തന്നെ വായിക്കാൻ നേരമില്ല. മരുമോന്റെ ചെലവുകളാ. പ്രസവക്കൂട്ട് വാങ്ങിയന്റെയും പിള്ളയുടുപ്പിന്റെയും എന്തിന് ഇന്ന് വരെ അവനിട്ട അടിവസ്ത്രത്തിന്റെ കണക്ക് വരെ കീറ് കൃത്യമായിട്ടുണ്ട്. അവൻ അണ്ടർവെയർ വാങ്ങിയതിന്റെ കണക്ക് ഞാൻ എന്തിനാ നോക്കുന്നേ? എന്നാ പിടിച്ചേ, കൊണ്ടുപോ. എടാ, ഇത് നിന്റെ മരുമോന്റെ അച്ഛൻ മാധവൻ നായരും ഭാര്യ ചന്ദ്രികയും ചേർന്ന് കോടതിയിൽ സമർപ്പിച്ച കണക്കാ. അതേടാ, മനോജിന് ഇതുവരെ അവര് ചെലവാക്കിയ പണത്തിന്റെ കണക്കാ. ആ പണം മനോജ് അവർക്ക് തിരികെ കൊടുക്കണമെന്നും പറഞ്ഞാ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും നല്ലത് അവരെ നടു റോഡിൽ നിർത്തിയിട്ട് മുണ്ടും വലിച്ചുരിഞ്ഞിട്ട് ഓടണാന്ന് പറയുന്നതായിരുന്നു. നീ നോക്കിക്കോ, ഈ കേസും ബാധിക്കാൻ പോകുന്നത് നിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ആയിരിക്കും. ഇങ്ങനെയൊരു കേസിന്റെ വിധി വരുമ്പോ മീഡിയക്കാർ ചുമ്മാ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചാനലുകാർ ചർച്ച വരെ വെക്കും. അവിടെയൊക്കെ എടുത്തു പറയുന്ന വിഷയം ഈ കേസിലെ പ്രധാന പ്രതി മനോജ് മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനാണ് എന്ന് തന്നെ ആയിരിക്കും. സ്ത്രീധന പ്രശ്നം കെട്ടടങ്ങിയപ്പോ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നു. ഈ ഇലക്ഷനിലെങ്കിലും ജയിച്ചു മന്ത്രിയാകാന്നുള്ളതിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. ചേറ്റകള് മക്കളെ വളർത്തി വലുതാക്കിയതിന്റെ കണക്കും പറഞ്ഞ് കോടതി പോയിരിക്കുന്നു. ഞാൻ അന്നേ അവളോട് പറഞ്ഞതാ, ഈ ബന്ധം ശരിയാവില്ല 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 എന്ന്. ആര് കേൾക്കാൻ? സാധാരണ അച്ഛന്മാർക്ക് പെൺമക്കളോട് അല്പം കൂടുതൽ സ്നേഹം കാണും. നിനക്കതല്ല, അവളെ തൊലയെ കയറ്റി എടുത്തു വെച്ച് വളർത്തി. ചേച്ചി, അതാ അവളൊരു പരമ ചെറ്റിയെ ഭർത്താവാക്കി കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി അനുഭവിക്കാൻ തന്നെ. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്റെ നിലനിൽപ്പിന് ഭീഷണിയായാൽ പിന്നെ മോള് വിധവയായിട്ട് വീട്ടിലിരുന്നാലും കുഴപ്പമില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. മോള് വിധവയായിട്ട് വീട്ടിലിരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞതിനർത്ഥം മനോജിനെ കൊല്ലുമെന്നല്ലേ? അപ്പൊ കാര്യങ്ങൾ വീണ്ടും ആനന്ദവല്ലിക്ക് അനുകൂലമാകുന്നു. എന്താ ശ്യാമയത്? എന്റെ ജീവൻ അങ്ങ് പോയി. ഞാൻ കരുതി വിക്രമാണെന്ന്. നീ എന്തിനാ വിക്രമിനെ ഇങ്ങനെ ഭയക്കുന്നത്? അയാൾ എന്റെ ജോലി സ്ഥലത്ത് വന്നിരുന്നു. എന്തിന്? വർഷ, ഇത് ഞാനാ.
നിന്റെ ഭർത്താവ് വിക്രം. വർഷയോ? അതാരാ? എന്റെ ഭാര്യയെ ഏത് നിലാവട്ടത്ത് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെയാണോ ഈ പകൽ വെട്ടത്ത് തമാശ കളഞ്ഞ? വന്നേ, വാ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അയാൾ എന്നെ ഇപ്പോഴും പിന്തുടർന്ന് നടക്കുക. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം എന്റെ പേര് അമ്മു എന്നാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസമായില്ല. ഞാനും അയാളുടെ മുമ്പിൽ അമ്മു ആണെന്ന് അഭിനയിച്ചു നോക്കി. പക്ഷെ അയാൾ മാത്രം ഇത് വിശ്വസിച്ചില്ല. പക്ഷേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, അയാളെ ഭയന്ന് നടക്കേണ്ട കാര്യം നിനക്കില്ല. അയാളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കണം. ശ്യാമേ, അതത്ര ഈസി അല്ല. ശ്യാമിന് വിക്രമനെ അടുത്തറിയാത്തോണ്ടാ. വിക്രമനെ എനിക്കറിയാത്തെന്താ? എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം. ശ്യാമിന് വിക്രമനെ അറിയാം. പക്ഷേ ശ്യാമിന് വിക്രം എന്ന മാനസിക രോഗിയെ അറിയില്ല. ഒരു കാര്യവും അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അയാളൊരു സൈക്കോയാ. നീ പേടിക്കേണ്ട വർഷേ, ഞാനുണ്ടാവും നിന്റെ കൂടെ. എന്തിനും. നമ്മൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചത് മുതല് ശ്യാമന്റെ അമ്മാവന്റെ മകനാണെന്നുള്ള സത്യം വരെ വിക്രമിന് അറിയാം. ഇതെല്ലാം അറിഞ്ഞ വിക്രം ശ്യാമാണ് ഇപ്പോഴുള്ള എന്റെ ഗോഡ് ഫാദർ എന്നറിഞ്ഞ പിന്നെ വെറുതെ ഇരിക്കില്ല. അയാള് ശ്യാമിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ഓ, നിന്റെ ഒരു പേടി. ശരി, ബൈക്കിലേക്ക് കയറ്, ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട ശ്യാമേ, ഞാൻ നടന്നു പൊക്കോളാം. വർഷേ നിക്ക്, ഞാൻ കൊണ്ടാക്കാം. വർഷയല്ല, അമ്മു. ഇനി മുതൽ ഞാൻ ശ്യാമിനും അമ്മുവാ. അമ്മു, പഴയ വർഷ മരിച്ചുപോയി. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ മരിച്ചുപോയി. ഞാൻ പോട്ടെ ശ്യാമേ.